അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇസ്ലാമിലെ രക്തസാക്ഷികൾ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെയും യഹ്യ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രമാണിത്. ചരിത്രത്തിന്റെ ഒന്നാം ഭാഗം നമുക്ക് കേൾക്കാം. ഇസ്രായേലികൾക്കിടയിലെ ഒരു പൗരപ്രമുഖനാണ് ഫാക്കൂദ്. ഒട്ടകങ്ങളും ആട്ടിൻകൂട്ടുകളും ഒക്കെയുള്ള ഒരു നല്ല തറവാട്ടുകാരൻ. അദ്ദേഹത്തിന്റെ 2 പെൺമക്കൾ ചരിത്രത്തിൽ ഇടം നേടിയവരാണ്. അവരിലൂടെ ഫാക്കൂദ് സ്മരണീയനായി തീർന്നു. ഒരു പുത്രിയുടെ പേര് ഇഷാ. ചില പണ്ഡിതന്മാർ അഷ്യാ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഷാ സുന്ദരിയും ബുദ്ധിമതിയുമാണ്. കുടുംബത്തിന്റെ ഓമനയായി വളർന്നു വന്ന് ഭാവനാസമ്പന്നമായ മനസ്സും കവിതയൂറുന്ന സംസാര ശൈലിയുമായിരുന്നു. ഇഷാഇനെ ജീവിത പങ്കാളിയായി ലഭിക്കുന്ന ആൾ മഹാഭാഗ്യവാൻ. അതായിരുന്നു എല്ലാവരുടെയും ചിന്ത. ഇഷാ വളർന്നു. വിവാഹാലോചനകൾ വന്നപ്പോൾ അവരിൽ ഒരു ചെറുപ്പക്കാരൻ ശ്രദ്ധേയനായിരുന്നു. പേര് സക്കരിയ. സുമുഖൻ, ബുദ്ധിമാൻ, പരിശുദ്ധമായ വംശപരമ്പരയിൽ പിറന്ന മഹാൻ, ഉന്നതമായ തറവാട്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിവാഹാലോചന. ഇഷാഇന് സക്കരിയയെ ഇഷ്ടപ്പെട്ടു. സക്കരിയാക്ക് ഇഷാഇനെയും. വിവാഹം ഉറപ്പിച്ചു. തീയതി നിശ്ചയിച്ചു. ഗോത്രക്കാരുടെ അന്തസ്സിനൊത്ത വിവാഹം. ബന്ധുക്കളും നാട്ടുകാരും വന്നുകൂടി. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പലതരം പാനീയങ്ങൾ തയ്യാറാക്കി. അതിഥികൾ വന്നു തുടങ്ങി. പന്തൽ നിറഞ്ഞു. കാരണവന്മാർ ഉറക്കെ സംസാരിക്കുന്നു. ആളുകൾ ചുറ്റും കൂടി കേട്ട് ആസ്വദിക്കുന്നു. പുതിയാപ്ലയും കൂട്ടുകാരും വരുന്നു. പന്തലിൽ ആവേശം അലയടിച്ചുയരുന്നു. എല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റു. പുതിയാപ്ലക്കും പുതിയാപ്ലയുടെ അകമ്പടിക്കാർക്കും സ്വാഗതം അർപ്പിച്ചു. പുതിയാപ്ലയെ കാണാൻ തിക്കും തിരക്കും. എല്ലാ കണ്ണുകളും തിളങ്ങി. എല്ലാ മുഖങ്ങളും വികസിച്ചു. എവിടെയും ആവേശവും ആഹ്ലാദവും. അന്നത്തെ രീതി അനുസരിച്ചുള്ള നിക്കാഹ് നടന്നു. ഒരു പണ്ഡിതൻ അതിന് നേതൃത്വം നൽകി. സാക്ഷികളായി പൗരപ്രമുഖന്മാർ ചുറ്റുമിരുന്നു. നാട്ടുപ്രമാണിമാർ എല്ലാത്തിനും നേതൃത്വം വഹിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ആഹാരവും കഴിച്ചു. അങ്ങനെ ഇഷാ സക്കരിയയുടെ സഹധർമ്മിണിയായി. നവദമ്പതികളെ ആശീർവദിച്ച് അതിഥികൾ പിരിഞ്ഞുപോയി. സന്തോഷവും സമാധാനവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം. കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകൾക്കെല്ലാം അവരുടെ സാന്നിധ്യമുണ്ടാകും. സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. ഇസ്ലാം മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. ഇസ്രായേലരെ അന്ന് യഹൂദന്മാർ എന്ന് വിളിക്കുന്നു. ഇസ്ലാമിലേക്കുള്ള ക്ഷണം യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചവർ അന്ന് കുറവായിരുന്നു. യഹൂദന്മാർ ശക്തമായി എതിർത്തു. എതിർപ്പുകൾ സഹിച്ചുകൊണ്ട് പ്രവാചകൻ തന്റെ ദൗത്യം തുടർന്നു. വിശ്വാസികളുടെ എണ്ണം കൂടി വന്നു. അങ്ങനെ എതിർപ്പിന്റെ ശക്തിയും കൂടി വന്നു. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി പണിതുയർത്തപ്പെട്ട പുണ്യഭവനമായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. സക്കരിയ നബി അലൈഹിസ്സലാം മിക്കപ്പോഴും ബൈത്തുൽ മുഖദ്ദസിൽ കാണും. ആരാധനകളിൽ മുഴുകും. വേദപാരായണവും പ്രാർത്ഥനയും അവയൊക്കെ മുറക്ക് നടക്കുന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം പള്ളിയിൽ വരും. പ്രാർത്ഥനയ്ക്ക് ശേഷം അനുയായികൾക്ക് ഉപദേശം നൽകും. പകൽ സമയം പ്രവാചകനും അനുയായികളും പലതരം ജോലികളിൽ ഏർപ്പെടും. ഒഴിവ് കിട്ടുമ്പോഴെല്ലാം പള്ളിയിൽ തന്നെ. രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങും. അത്താഴം കഴിക്കും. ഭാര്യ അത്താഴമുണ്ടാക്കി കാത്തിരിക്കുകയാവും. പകലത്തെ വിശേഷങ്ങൾ പറയും. നർമ്മ സംഭാഷണങ്ങൾ. പിന്നെ ശാന്തമായ ഉറക്കം. ഇഷാ ആരാധനകളിൽ വളരെ സജീവയാണ്. താൻ പ്രവാചകന്റെ സഹധർമ്മിണിയാണ്. മറ്റു സ്ത്രീകളെ പോലെയല്ല. ജീവിതശുദ്ധി കാത്തു സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം നേടണം. ഭർത്താവിന്റെ സംതൃപ്തി, അതാണ് തന്റെ ലക്ഷ്യം. പ്രവാചകന് സേവനം ചെയ്യുക, അതിൽ പരം ഒരു സൗഭാഗ്യമുണ്ടോ? ഇഷാ സൗഭാഗ്യവതിയാണ്, സംതൃപ്തയാണ്. ഫാക്കൂദിന്റെ മറ്റൊരു മകളുടെ പേര് പറയാം. ഹന്ന. സുന്ദരിയും സൽഗുണ സമ്പന്നയുമാണ്. ബുദ്ധിമതിയായിട്ടുള്ള ഹന്നാക്ക് വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. പല പ്രമുഖ കുടുംബങ്ങളിൽ നിന്നും വിവാഹാലോചനകൾ വന്നു. ഒടുവിൽ ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തു. വേണ്ട യോഗ്യതകളെല്ലാമുള്ള ഒരു യുവാവ്. പേര് ഇമ്രാൻ. ഗോത്രക്കാർക്കെല്ലാം ഇമ്രാനെ ഇഷ്ടപ്പെട്ടു. സൽസ്വഭാവിയാണ്, ആരോഗ്യവാൻ, അധ്വാനശീലൻ. ഹന്നയെ നന്നായി സംരക്ഷിക്കും. അങ്ങനെ വിവാഹമുറപ്പിച്ചു. നിക്കാഹിനുള്ള തീയതിയും നിശ്ചയിച്ചു. വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിച്ചു. വിവാഹ സുദിനം അടുത്തു വന്നു. ആഹ്ലാദം അലയടിച്ചുയിരുന്നു. വിവാഹ ചടങ്ങുകൾ ഓരോന്നായി നടന്നു. ഹന്ന ഇമ്രാന്റെ ജീവിത പങ്കാളിയായി. സൽക്കാരങ്ങളുടെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ. ശാന്തമായ ദാമ്പത്യ ജീവിതം. ഫാക്കൂദിന്റെ വീട്ടിൽ ഇടയ്ക്കിടെ സൽക്കാരങ്ങൾ ഒരുക്കും. സക്കരിയയും ഇഷാവും വന്നു ചേരുമ്പോൾ ഇമ്രാനും ഹന്നയും വരും. പുത്രിമാരും അവരുടെ ഭർത്താക്കന്മാരും വന്നു ചേർന്നാൽ പിന്നെ വീട്ടിലാകെ സന്തോഷം പൂത്തിരികത്തും. നർമ്മ സംഭാഷണങ്ങൾ, സാധുള്ള വിഭവങ്ങൾ, പിന്നെ ശാന്തമായ അന്തിയുറക്കം. അവർക്കിടയിലൂടെ കാലം കടന്നുപോയി. ഫാക്കൂദും ഭാര്യയും ഒരു സന്തോഷ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്നു. ഇഷാ ഗർഭിണിയായി എന്നറിയാൻ, അതുപോലെ ഹന്ന ഗർഭിണിയായി എന്നറിയാൻ. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. പുത്രിമാരിൽ നിന്നും ആ സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ അടുത്ത ഭാഗം പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.